ചെല്ലാനം എറണാകുളം ജില്ലയിലെ ഒരു തീരദേശ ഗ്രാമം. കടൽക്ഷോഭത്തിന് പേര് കേട്ട ഒരു ഗ്രാമമാണിത്. എല്ലാ വർഷവും മഴക്കാലമാവുമ്പോൾ കേരളത്തിലെ പത്രത്തിലും ടിവിയിലുമൊക്കെ വന്ന് നിറയുന്ന ആ പേരാണ് ചെല്ലാനം എന്ന് പറയുന്നത്. ചെല്ലാനം നിവാസികളുടെ ദുരിതത്തിന്റെ ആശ്വാസമായി സർക്കാർ പണിത് കൊടുത്ത കടൽ ഭിത്തിയാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ ഒരുപാട് കുടുംബങ്ങളെയാണ് സംരക്ഷിക്കുന്നത്, ഒപ്പം ഒരുപാട് സ്വപ്നങ്ങളെയും. ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആലപ്പുഴ എറണാകുളം ജില്ലയുടെ മധ്യഭാഗത്തായി കിടക്കുന്ന ഈ സ്ഥലത്തിന് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു സ്ഥാനം തന്നെയുണ്ട്. കടലും അതേപോലെ തന്നെ കണ്ടൽ കാടുകളും പുഴകളും ചെമ്മീൻ കെട്ടുകളും നല്ല അടിപൊളി റിസോർട്ടുകളും ഒക്കെ ആയിട്ട് ഒരു കിടിലൻ ഗ്രാമം, അതാണ് ചെല്ലാനം. നമ്മളിപ്പോ കാണുന്ന ചെല്ലാനം ഹാർബർ ഒന്ന് നോക്കൂ, എന്ത് ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ അല്ലേ എന്ന് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നും അല്ലെ. കേരളത്തിലെ പ്രമുഖ ഹാർബറുകളിൽ ഒന്നാണ് ഈ കാണുന്ന ചെല്ലാനം ഹാർബർ. അതിന്റെ ഒരു ആകാശ ദൃശ്യം കാണുമ്പോഴാണ് അതിന്റെ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. ഈ ചെല്ലാനം ഗ്രാമത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സ്വാഗതം ഞങ്ങളുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിലേക്ക്. ഓ ദാ വരുന്നു അപ്പപ്പ. എടാ അപ്പപ്പ, നീ എന്താണ് ലേറ്റ് ആയേ? നീ മോദിജിനെ കണ്ടോ? മോദിജിയെ കാണാൻ പറ്റിയില്ലേ? അതെന്നാ നീ കാണാൻ പറ്റാഞ്ഞേ? അയ്യേ, ഞാൻ വിചാരിച്ചു നീ മോദിജിനെ കണ്ടു. നീ വലിയ ഡയലോഗ് അടിച്ചായിരുന്നല്ലോ, ആശംസ റീൽസ് 30 സെക്കൻഡ് എടുത്തിട്ട് വരുമെന്നൊക്കെ പറഞ്ഞു. എവിടെ ആശംസ റീൽ എവിടെ? എടാ ഋഷി നിന്നെ നോക്കി നിൽക്കുന്നത്. സാരഥി വീണ്ടും വന്നിരിക്കുകയാണ്. ഡ്രൈവർ സീറ്റ് കൈയടക്കിയിരിക്കുകയാണ്. ഞങ്ങൾ തകർത്തു. ഋഷിയുടെ കാർ സീറ്റ് എവിടെ പോയി? അയ്യോ, ഋഷിക്ക് ആള് കൂടിയപ്പോ ഋഷിയുടെ കാർ സീറ്റ് പോയി അല്ലേ? സാരമില്ല കേട്ടോ, വെക്കാൻ സ്ഥലമില്ല കേട്ടോ. അപ്പൻ രാവിലെ വണ്ടിക്കത്തിട്ട് പത്രം വായിച്ചിരിക്കുകയാണ്. ഋഷി നിർത്തണോ, കഷ്ടമുണ്ടടാ. അപ്പൊ പത്രം വായന ചെയ്ത. നീ എന്നടി പരിപാടി? അവള് പുറത്തു നോക്കിയിരിക്കുന്നു. ഋഷി ഇവിടെ പി ഊതി ഞങ്ങളെ വെറുപ്പിച്ചോണ്ടിരിക്കുന്നു. ഗ്യാസിനും വില കൂടി, പെട്രോളിനും വില കൂടി, ഡീസലിനും വില കൂടി, മൊത്തത്തിൽ വില കൂടിക്കൊണ്ടിരിക്കും അല്ലേ? ഞങ്ങളിപ്പോ ചെല്ലാനം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിപ്പോ തോപ്പുംപടി വന്നിട്ട് പള്ളുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ നമ്മള് ചെല്ലാനം പോവാണ്. ചെല്ലാനം എന്തത് ഈ വഴി പോകുന്നതേ ഞാൻ പഠിച്ച ചിന്മയ വിദ്യാലയത്തിൽ 2 വർഷം. നീ ഇവിടുത്തെ ചിന്മയിലാണോ പഠിച്ചത്? അയ്യോ, അയ ഇറക്കുവാ? ഇവിടെ ലെഫ്റ്റ് റൈറ്റ് പോണം. അയ ഇറക്കുവാ? ഞങ്ങൾ എത്ര നടന്നിട്ടുണ്ടെന്നോ ഈ വഴി. റഹ്മാനിയ ജുമാ മസ്ജിദ് പള്ളുരുത്തി. അവിടെ റോഡ് ക്ലോസ്ഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ചോദിച്ചു നോക്കിട്ട് ആ ഓട്ടോക്കാരോട് വല്ല ചോദിച്ചു നോക്കിയോ? റോഡ് ക്ലോസ്ഡാ? അതെങ്ങനെ പോവാനാ? റോഡ് ക്ലോസ്ഡ് ആണ്, എങ്ങനെ വണ്ടി പോകും? ഇവിടെയും ചെമ്മീൻ കെട്ടും ഫിഷിംഗ് നെറ്റ് സംഭവങ്ങളൊക്കെ ആണല്ലോ മൊത്തം. വാട്ട് എ സ്മെൽ അല്ലേ? ചില്ല് തുറന്നപ്പോഴത്തേക്കിനും എന്താ മണം. അങ്ങനെ നമ്മൾ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും നമ്മുടെ എറണാകുളം എന്ന് പറയുന്നത് എന്ത് ബ്യൂട്ടി അല്ലേ? എവിടെ നോക്കിയാലും എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് എറണാകുളത്ത് ഇന്ത്യൻ റൗണ്ടിലുള്ളത്. ഇവിടെ ഇപ്പൊ നമ്മൾ ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലേക്ക് കയറുകയാണ്. നമ്മൾ ഇന്ന് ചെല്ലാനത്താണ് താമസിക്കുന്നത്. ചെല്ലാനം ബീച്ചിലൊക്കെ നമുക്ക് പോകണം. വരുന്ന വഴിക്ക് ഇവിടെയൊക്കെ ധാരാളം ഫിഷിംഗ് നെറ്റുകളും കണ്ടൽക്കാടുകളൊക്കെ എല്ലായിടത്തും ഉണ്ട്, കണ്ടില്ലേ? പിന്നെ സമീപത്തായിട്ടെല്ലാം പുതിയ പുതിയ ഫ്ളാറ്റുകളൊക്കെ ഇങ്ങനെ പണിയുന്നുണ്ടോ? പുതിയ ഇഷ്ടംപോലെ ഫ്ളാറ്റുകൾ പണിയുന്നുണ്ട്. ഈ ബോർഡ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഇങ്ങനത്തെ ബോർഡുകൾ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഹരിത സുന്ദര ഗ്രാമമാണ്, ഇവിടെ എവിടെയും മാലിന്യം വലിച്ചെറിയരുത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് നിയമം വകുപ്പ് 219. ഏറ്റവും കുറഞ്ഞ പിഴയാണ് 10,000 രൂപ കേട്ടോ. കൂടുതൽ എത്ര വേണേ വരാം. അങ്ങനെ വലിച്ചെറിയരുത് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നിറച്ച് മാലിന്യം തന്നെയാണ് എല്ലായിടത്തും കിടക്കുന്നത്. അതിൽ നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ വെള്ളത്തിലും മാലിന്യമാണ്, ഇവിടെ കരയിലും തീരത്തും മാലിന്യമാണ്. റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് വണ്ടി പോകുന്നുണ്ടല്ലോ. പിന്നെന്തിനാ റോഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്? ശരി, ഫോർമാലിറ്റിയാ. ഗൈസ്, ശ്വേത പഠിച്ച ചിന്മയ വിദ്യാലയ സ്കൂളാണ് ഗൈസ് ഇവിടെ ഉള്ളില്. ഓക്കെ, പോണോ ശ്വേത? നിനക്ക്
വേണ്ട, എനിക്കറിയത്തില്ല. എന്തോ ഋഷി അത്? കൊക്കിനെ കണ്ടോ? എത്ര കൊക്കുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? 10 വരെ കൗണ്ട് ചെയ്യരുത്, അതിൽ കൂടുതൽ കൗണ്ട് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 to 10 വരെ കൗണ്ട് ചെയ്യും. എത്ര അറിയാം നിനക്ക്? 1 2 3 4 5 6 7 8 9 10. ഇവിടെ കണ്ടത്തില് നിറച്ച് കൊക്കാണ്. എന്തോരം കൊക്കാന്നറിയോ? കൊളക്കോഴിയുണ്ട്, കൊക്കുണ്ട്, എല്ലാം ഉണ്ട്. എടാ ഇവിടെ മൊത്തം ഫിഷിംഗ് നെറ്റ് ആണോ? ഡക്കിന്റെ ട്രെയിൻ കണ്ടോ ഋഷി? ഡക്ക് ട്രെയിൻ പോകുന്ന പോലെ പോകുന്ന കണ്ടോ? ഓ, കരിമീൻ കൂട് കൃഷിയാണോ അത്? ഓഹോ, എല്ലാം പഠിച്ചു കേട്ടോ. ആ താറാവിനെ പിടിച്ച് കറി വെച്ച് കഴിക്കണം. ഞങ്ങൾ ഇന്നലെ താറാവ് കഴിച്ചായിരുന്നു. ഇവിടെയൊക്കെ മീൻ പിടിച്ച് വിൽക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. കടകളൊക്കെ ഉണ്ട്. അതിന് എന്തോ ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് മീൻ പിടിച്ച് വിൽപ്പനയുണ്ട്. കയാക്കിങ് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണല്ലേ ഋഷി കൂട് കൃഷി എന്ന് പറഞ്ഞത്. കൂട് കൃഷി ഇവിടെ മൊത്തം കൂട് കൃഷിയാണ്. നോക്കി, കുളക്കോഴി കൂകുന്ന നൂറ്റാണ്ട്, ഇത് പെണ്ണുങ്ങൾ കലിതുള്ളും നൂറ്റാണ്ട്. പാട്ടാടാ, എനിക്ക് വയ്യ. എന്താ പാട്ടാ അപ്പ പാടുന്നത്? എന്തുവാ? പെണ്ണുങ്ങൾ കലിതുള്ള അത് അമ്മനെ നോക്കി പാടിയല്ലോ. നമ്മളിപ്പോ ചെല്ലാനം പോകുന്ന വഴിക്ക് ഇവിടെ ബീച്ച് സൈഡിൽ തന്നെ ഞങ്ങൾ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ഒരു ക്ഷേത്രമുണ്ട്. അണ്ടിക്കടവ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അണ്ടിക്കടവ് അനന്തപുരം തിരുമല ദേവസ്വം ക്ഷേത്രം എന്നാണ് ഇതിന്റെ പേര്. കണ്ണമാലി എടുത്ത് ബീച്ച് സൈഡിൽ തന്നെയുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ഇതിനോട് വന്നിട്ടില്ല. പലപ്പോഴും ഇവര് അമ്മയൊക്കെ വന്നിട്ടുണ്ട്, അഭി വന്നിട്ടുണ്ട്. അമ്മ വന്നിട്ടില്ല, ഞാൻ മാത്രം വന്നിട്ടുള്ളൂ. ഞങ്ങൾ അപ്പം ഒന്ന് കേറിട്ട് പോകാന്ന് വിചാരിച്ചു. നോക്കാം, അമ്പലം അടച്ചു, പക്ഷെ എന്നാൽ നമുക്ക് കേറിട്ട്. ഇത് എത്ര വർഷം പഴക്കമുള്ള ക്ഷേത്രമാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇത് വൺ ഓഫ് ദ ഏൻഷ്യന്റ് ടെമ്പിൾസ് ഇൻ കേരള എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും അല്ലേ? ഈ അമ്പലം എപ്പോഴൊക്കെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടോ ഈ സ്ഥലം വെള്ളത്തിന്റെ അടി പോവാറുണ്ട്. ചെല്ലാനം അല്ലെങ്കിലും ബീച്ച് സൈഡ് കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണ്. അതല്ലാതെ ഇപ്പുറത്ത് കായലല്ലേ, അപ്പുറത്ത് കായലും ഇപ്പുറത്ത് കടലും. അപ്പൊ ഇവിടെ വെള്ളം കേറും. എങ്ങനെ പോയാലും മഴവെള്ളം കേറുന്ന കേട്ടോ. കൃഷി ഇവിടത്തെ കുളം കണ്ടായിരുന്നോ? കണ്ടില്ലേ കുളം? വാ, കാലൊന്നും പൊള്ളത്തില്ല. ഇതുകൊണ്ട് അപ്പനും അപ്പ എല്ലാം നടക്കല്ലേ. ആ വെള്ളത്തിന്റെ കളർ കണ്ടോ നീയേ? എവിടെ ഞങ്ങൾക്ക് ഒന്നും കാണണ്ട. വാ, അമ്പലക്കുളത്തിലെ വെള്ളത്തിന്റെ കളർ എന്തുവാ? ഇതിനെയാണ് പച്ചവെള്ളം എന്ന് പറയുന്നത്. നമ്മൾ പച്ചവെള്ളം എന്ന് പറയത്തില്ലേ? ഇതാണ് പച്ചവെള്ളം. കണ്ടോ, ഇതാണ് പച്ച കളറിലെ വെള്ളം. ഒന്ന് തൊടിച്ചടാ വെള്ളത്തിന്. ശരിക്കും ഇങ്ങനെ ഒരു കുളം ഇത് മേളിൽ നിന്ന് കാണുമ്പോഴാട്ടോ ശരിക്കും ഭംഗി. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ചെറിയൊരു കുഞ്ഞി കുളം. തൊട്ടോ കുളത്തില്? മതിയോ? പോവാം. വാ, ഇനി എവിടെ പോണ്ടേ? ബീച്ചുള്ള റിസോർട്ടിൽ പോണോ? ബീച്ച് ഇല്ലാത്ത റിസോർട്ടാണെ കുഴപ്പമുണ്ടോ? പൂള് മതിയോ? പൂളുള്ള റിസോർട്ട് മതിയോ? ഓക്കെ. അങ്ങനെ ഞങ്ങൾ കണ്ണമാലി എത്തിയിരിക്കുകയാണ്. ഇതാണ് കണ്ണമാലി പള്ളി എന്ന് പറയുന്നത്. അതായത് സെയിന്റ് ആന്റണീസ് ചർച്ച്, സെയിന്റ് ജോസഫ് മിറാക്കുലസ് ഷ്രൈൻ, കണ്ണമാലി. അതാണ് ഈ കാണുന്നത്. 2 പള്ളിയുണ്ട്. പഴയ പള്ളിയും പുതിയ പള്ളിയാണെന്ന് തോന്നുന്നു. ഈ ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലം കുമ്പളങ്ങി, ചെല്ലാനം ഇതൊക്കെ ഏകദേശം അടുത്തടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ കവര് കാണാൻ പറ്റും. നമുക്ക് നോക്കാം പറ്റുമെന്ന്. നമ്മളിപ്പോ ആക്ച്വലി ചെല്ലാനം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലമൊക്കെ ശരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വരും. ആ ടി വിയിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുമ്പോൾ മാത്രം ടി വിക്കാർ ഇവിടെ വരും. അന്നേരം ഇവിടുത്തെ ഭയങ്കര സംഭവങ്ങൾ വാർത്തയായിട്ട് ചെല്ലാനത്തിലെ ആളുകൾ ദുരിതം അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടി വിയിലൊക്കെ വരും. പിന്നീട് ആ സംഭവങ്ങളൊന്നും നമുക്ക് പിന്നീട് കാണാൻ സാധിക്കാറില്ല. അപ്പൊ ആ ചെല്ലാനത്തിലെ ഇവിടെ താമസിക്കുന്ന ചെല്ലാനം ഗ്രാമവാസികൾക്ക് അവരുടെ ദുരിതത്തിന് താൽക്കാലിക ശമനം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ വലിയൊരു കടൽ ഭിത്തി നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് സ്ഥലമൊന്നുമല്ല, ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കടൽ ഭിത്തി കാണാൻ ഇവിടുത്തെ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട്. എന്ത് വേണം? കിൻഡറോ? എന്ത് കിൻഡർ? പറ. ഇതിപ്പോ എവിടെ നിന്ന് വന്നു കിൻഡർ? അതിപ്പോ ഇവിടെ വല്ല താഴെ വല്ലതും കിടക്കുന്ന വല്ലതും കണ്ടു കാണും. ബാബാ നമുക്ക് ഇപ്പൊ എവിടെ? ഓ, ഇവിടെ ഇതൊക്കെയാണ് ഈ പ്രശ്നം. കണ്ടില്ലേ, ആൾക്കാർ അവിടെ എവിടെ വരെ ഒന്ന് വലിച്ചെറി. എന്നിട്ട് അത് കണ്ടിട്ട് പിള്ളേർ അത് വേണം പറയും. ഇങ്ങോട്ട് വാ വാങ്ങിച്ചു തരാം കേട്ടോ. നമുക്ക് കടൽ കണ്ടിട്ട് വരാം.
അപ്പ കൊണ്ടുപോകുമ്പോ അപ്പ എടുക്കടാ പൊക്കടാ കടൽ കാണിക്കാം അവനെ. ബാ, നമുക്ക് ആക്ച്വലി ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഭയങ്കര വലിയ രസമൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെയൊക്കെ ജീവിക്കുന്ന ആളുകൾ എത്രത്തോളം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ചായിരിക്കും ഇവിടെ ജീവിക്കുന്നതെന്ന് ആലോചിക്കുക. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത്, അതായത് ഓൾമോസ്റ്റ് കടൽ ലെവലിലാണ് ഈ കാണുന്ന വീടുകളൊക്കെ ഇവിടെ നിൽക്കുന്നത് തന്നെ. തൊട്ടപ്പുറത്ത് കടൽ ഇത്രയും ഇതായി നിൽക്കുകയാണ്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുപോലെ ശക്തമായ തിരയടിക്കുന്ന കടലാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കുള്ളത്. നമുക്ക് ശാന്തമായിട്ടുള്ള ഒരു കടൽ നമുക്ക് പല സ്ഥലത്തും കാണാൻ കിട്ടില്ല. അതാണ് നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ശാസ്ത്രത്തിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആയിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇല്ലേ? എന്താ ഋഷി? കിൻഡർ വാങ്ങിച്ചു തരാം മുത്തിന് കേട്ടോ. ഓ, വാങ്ങിത്തരാടാ അപ്പാ. ഹൈഫായ്. പിന്നെ കിൻഡർ കണ്ട് താഴെ അവിടെ കിൻഡർ ജോയ് കിടക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. അപ്പൊ അത് വേണം ഇപ്പൊ. അത് ഞാൻ വിചാരിച്ചു ഫിംഗർ ആണ്. ഫിംഗർ ആണെങ്കിൽ നമുക്ക് വാങ്ങായിരുന്നു. ചേട്ടൻ ഇവിടെ താമസിക്കുന്നതാണോ? അല്ല, എവിടെയാ വീട്? ഞാന് തേവരയോ? അല്ല, ചെറുതെ ചോദിച്ചതാ. ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാ? ഓ, ഇവിടെ ജോലി ചെയ്യാൻ വന്നാണോ? ഓ, അത് ശരി. ഓക്കെ. അല്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. താഴ്ചയുണ്ടായിട്ടേ ഈ വെള്ളം മുഴുവൻ ഇങ്ങാണ്ട് വരും. അതാണ് ഇതൊക്കെ പൊക്കി കെട്ടി ചെയ്ത്. ആണല്ലേ? ഇത് കെട്ടിയുമ്പോ ഇനി ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട്. ചേട്ടന്റെ ശരിക്കുള്ള സ്ഥലം എവിടെയാ? ഞാൻ തമിഴ്നാട്ടിലാണോ? ആ, അത് ശരി. തഞ്ചാവൂര്. ആ, അത് ശരി. ഓക്കെ. ഞങ്ങളിവിടെ കൂലിപ്പണിക്ക് വേണ്ടി വന്നേ. ഓ, അത് ശരി. ഓക്കെ. പൊതുജനങ്ങളുടെയും വിനോദസഞ്ചാരികളുടെയും ശ്രദ്ധയ്ക്ക് അപകട സാധ്യതയുള്ളതിനാൽ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ട്രൈപോഡിന്റെ മുകളിൽ കയറാനോ ഫോട്ടോസ് എടുക്കാനോ ശ്രമിക്കരുതെന്ന്. അതോ അതിന്റെ മേളിൽ കയറി ആരും ഫോട്ടോ എടുക്കാൻ നിൽക്കരുതെന്ന്. അതിന്റെ മേളിൽ കയറിയ കാല് കുത്തി താഴെ വീഴുമെന്ന്. ഞങ്ങളിവിടെ ഇങ്ങനെ ചെല്ലാനം വഴി പോകുന്ന സമയത്ത് ഐ മെറ്റ് ദീസ് പീപ്പിൾ ആൻഡ് ദേ ആർ ഫ്രം ന്യൂസിലാൻഡ്, ദ ലാൻഡ് ഓഫ് കിവീസ്, ആൻഡ് ദ ടൂർ നെയിം ഈസ് മലബാർ Kiwis on tour. Oh, that's nice. We are the Muppet Show. Sorry? And we are the Muppet Show. ഓക്കെ. ഇവരിവിടെ 2 ഓട്ടോറിക്ഷകളിലായിട്ടാണ് ഇവര്. ഓ, ദാറ്റ്സ് നൈസ്. നമ്മുടെ കിവി ഇരിപ്പില്ലേ? In my car, yeah. The kiwi which I bought it from New Zealand, yeah. So, like, how long you are gonna travel? Like, from an 8-day tour. 8-day tour from Trivandrum to Goa. Trivandrum to Goa in 8 days. Oh, that's a bit tight. So you are driving fast. You are not relaxing. We're relaxing. Today was only 70 k's. Okay. Yesterday was 180. Tomorrow's 230 k's. Oh, that's nice. That's nice. And challenges to do along the way. Okay. So are you taking the coastal route till Goa or you are diverting? So we'll be on the coastal route. Mostly coastal route. Okay. So anyway, pleasure meeting you. Like a surprise seeing 2 auto rickshaws with beautiful people like you guys. Enjoy. Okay. Bye bye. Bye bye. അതിനകത്ത് 3 പേര്, ഇതിനകത്ത് 2 പേര് അല്ലേ? ഈ ചൂടത്ത് ഈ ഓട്ടോറിക്ഷയിൽ സമ്മതിക്കണം. വാ, വണ്ടിയുടെ സൗണ്ട് ഒക്കെ കണ്ടില്ലേ? See you guys. Bye bye. നല്ല സ്പീഡിലാ അവര് ഗോവയ്ക്ക് പോകുന്നു ഓട്ടോറിക്ഷയില്. ട്രിവാൻഡ്രത്തുനിന്ന് ഈ ചൂടത്ത് വേർത്ത് വിളിച്ച് നമ്മള് ഇവിടെ നമ്മുടെ വണ്ടിയില് സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് അടിക്കുന്നു. അവര് തണുപ്പത്തൊന്നല്ലേ വരുന്നേ, അപ്പൊ അവർക്ക് ഇച്ചിരി വേർത്ത് വിളിക്കാം. നമ്മള് ചൂടുള്ള നാട്ടിലല്ലേ, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചൂട് പറ്റത്തില്ല. നമുക്ക് തണുപ്പിരിക്കണം. ന്യൂസിലൻഡുകാര് 10 മിനിറ്റ് ഞാൻ പുറത്തു വന്നപ്പോഴത്തേക്കിനും വേർത്ത് കുളിച്ച്. ആ ഓട്ടോയിൽ എത്ര നമ്പർ? 10-11. കുറെ ഉണ്ട്. ഇവരൊരു ഗ്രൂപ്പാണ്. ഇപ്പൊ 9-ാം നമ്പർ ഓട്ടോ പോയി. ഇതെല്ലാം സെയിം റൂട്ടിൽ കൂടെയാണ് ഇവര് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇവര് കുറെ പേര് ചേർന്ന് വന്നിട്ട് ഇവിടുന്ന് ഓട്ടോറിക്ഷ, പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ്. അപ്പൊ മിക്കവാറും അവരത് പർച്ചേസ് ചെയ്തായിരിക്കും. അങ്ങനെ എന്തോ സെറ്റപ്പാണ്. അപ്പൊ എന്നിട്ട് അവര് ട്രിപ്പ് അടിക്കുകയാണ്. പർച്ചേസ് ചെയ്തതോ അല്ലെങ്കിൽ എന്താ പരിപാടി എനിക്കറിയത്തില്ല. ടാക്സി ഓട്ടോ അല്ല, പ്രൈവറ്റ് ഓട്ടോറിക്ഷ ആണ്. അവരങ്ങനെ എന്തോ പരിപാടി ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ചേർന്ന് ട്രിപ്പ് പോകുന്നതാണ്. ചെല്ലാനത്ത് നിന്ന് ഈ കാണുന്ന ഒരു രക്തസാക്ഷി മണ്ഡപത്തിന്റെ സൈഡിൽ കൂടെ ഉള്ള ഈ ഒരു ചെറിയ വഴിയിലൂടെ നമ്മളിപ്പോ മുന്നോട്ട് പോവാണ്. നമ്മളിന്ന് താമസിക്കുന്നത് ഇവിടെ അടുത്തൊരു ചെറിയ കുഞ്ഞ് ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിനുള്ളിലെ ഒരു ചെറിയ റിസോർട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ കണ്ടലുണ്ട്. ഇത് കണ്ടില്ലേ, നിറച്ച് കണ്ടൽ കാടുകള്. അതെ, വണ്ടി റിസോർട്ടിൽ പോകില്ല കേട്ടോ. നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബോട്ടിൽ വേണം പോവാനേ. ഇവിടെ എല്ലാം വെള്ളമാണ്. ശരിക്കും നമ്മളിപ്പോ ഉള്ളത് എറണാകുളം, ആലപ്പുഴ ജില്ലകൾക്ക് സമീപമാണ്. അതായത് ഇതിന് മധ്യഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ നമ്മളിപ്പോൾ എറണാകുളം ജില്ലയിലാണുള്ളത്. അതായത് നമ്മൾ വണ്ടിയിൽ നമ്മളിവിടെ എത്തി. ഇവിടെ ഈ കാണുന്ന തൊട്ടപ്പുറത്ത് കാണുന്നതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം.
കൊണ്ടൈ ലിപ്പ് എന്നാണ് ഈ ഒരു റിസോർട്ടിന്റെ പേര്. കൊണ്ടൈ ലിപ്പ് ബാക്ക് വാട്ടർ ഹെറിറ്റേജ് റിസോർട്ട്. ആ കാണുന്ന ബോട്ടിൽ കയറി അപ്പുറത്ത് പോയാൽ എവിടെത്തും നമ്മള്? ആ പോവാം. നീലയല്ല, വേറെ യെല്ലോ ബോട്ട് കിടക്കുന്ന കണ്ടോ ഋഷി? യെല്ലോ ബോട്ട്. അപ്പൊ അഭി വണ്ടി ഇടാൻ പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. ഇത് ശരിക്കും ഒരു ഐലൻഡ് ആണോ ഇപ്പോ? അങ്ങോട്ടേക്ക് വേറെ റോഡൊന്നുമില്ല? പാലം ഇല്ലെന്ന്? പാലം ഇല്ല. ഓ, നടന്നു പോകാനുള്ള പാലം അല്ലേ? ഓ അത് ശരി. അപ്പൊ നമ്മള് ശരി, ബോട്ടിൽ കയറിപ്പോ. ഹലോ ഗൈസ്, എല്ലാരും ശ്രദ്ധിക്കണം. ഋഷിയാണ് ബോട്ട് അടിക്കാൻ പോകുന്നത് കേട്ടോ. സ്റ്റിയറിംഗ് തിരിച്ചാ ബോട്ട് പോകും കേട്ടോ. അപ്പൊ പറയുമ്പോ സ്റ്റിയറിംഗ് തിരിച്ചാ മതിയേ കേട്ടോ. എവിടെ ഓണാക്കുന്നേ? സ്വിച്ച് എവിടെ? ഋഷിയാണ് ബോട്ട് ഓടിക്കുന്നത്. ഇത്ര നേരം നീയല്ലേ കാർ ഓടിച്ചത്? ഇനി ഋഷി ബോട്ട് ഓടിച്ചോളും. ഓടിച്ചോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ടായി. ഇനി തിരിച്ചോ, സ്റ്റിയറിംഗ് തിരിച്ചോ. വലത്തോട്ട് പോകും കേട്ടോ. തിരികെ. അയ്യോ, ദേ ഋഷി ബോട്ട് ഓടിക്കുന്നു. തലയൊക്കെ പൊക്കി നോക്കി പതുക്കെ തിരികെ. ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട്. പറയും നോക്കി വണ്ടി ഓടിക്കരുത്, മുമ്പിൽ നോക്കി ഓടിക്കണം കേട്ടോ. നമ്മള് റിസോർട്ടിൽ എത്തിയല്ലോ. കണ്ടോ? ഇത് കൊള്ളാനുള്ള സ്ഥലം. ഇതിനകത്ത് ഇങ്ങനെ ഒരു ബോട്ട് ചെട്ടി ഉണ്ടായിരുന്നു. ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു. നൈസേ, അടിപൊളി. ഇത് കൊള്ളാം, പരിപാടി സെറ്റപ്പാണ്. നൈസ്. അങ്ങനെ ഋഷിയാണ് ബോട്ട് ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നത് അല്ലേ? ബ്രേക്ക് പിടിക്ക്. താത്തല്ലേ ബ്രേക്ക് ആവുള്ളൂ. താക്കണം. ഋഷിയാണല്ലോ ബോട്ട് ഓടിച്ചത്. അവിടെ നിൽക്കുക കേട്ടോ. തൊടാം. നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. വെള്ളത്തിലൊക്കെ തൊടാം നമുക്ക്. ചവിട്ടിക്കളിക്കാം. ഇവിടെ നമുക്ക് തൊടാം. അതിൽ കരിമീൻ ഉണ്ട് കേട്ടോ ഋഷി. കരിമീൻ വേണോ ഋഷിക്ക്? ഉച്ചയ്ക്ക് കഴിക്കാം കേട്ടോ കരിമീൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂം എന്ന് പറയുന്നത് 1 room is here. നല്ല കിടുക്കാച്ചി ആംബിയൻസ്. അതായത് ആ ബോട്ടിൽ വന്നിട്ട് അവിടേക്ക് നമ്മൾ വന്ന് കയറിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ കാണുന്നതൊക്കെ ശരിക്കും ഇവിടെ ചെമ്മീൻ കൃഷിയല്ല, കരിമീൻ കൃഷിയാണ് ബേസിക്കലി ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് കയാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പെഡൽ ബോട്ട് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് ഫ്രീ ആണ്. ശരിക്കും ഇത് പഴയ ഇല്ലതാ. ഇത് ഈ അതാണ്. അങ്ങനത്തെ ധാരാളം റിസോർട്ടുകൾ കേരളത്തിലുണ്ട്. ഈ പഴയ കൊല്ലം, അതേപോലെ തന്നെ ആലപ്പുഴ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പഴയ തറവാടുകൾ പൊളിച്ചെടുത്ത് കൊണ്ടുവന്ന്, അതായത് ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുവന്ന് ചെയ്തു വെച്ചിരിക്കുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. അപ്പോൾ ഈ കാണുന്ന മുറിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ ശരിയും താമസിക്കുന്നത്. അപ്പനും അമ്മയ്ക്കും അതേപോലെ തന്നെ അബിക്കും അവിടെ വേറെ മുറിയുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ റൂമിൽ കയറിയിട്ട് പോകാം. ഞങ്ങളുടെ മുറി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മുറി എന്ന് പറയുന്നത്. നമ്മുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ശ്വേത ഇവിടെ ഇരിപ്പുണ്ട്. സോ ദിസ് ഈസ് അവർ റൂം. പഴയ ആ ഒരു തറവാട്ടിലെ ഇതാണ് റൂം. പിന്നെ ഇനി എന്താ? ഇതാണ് ബാത്റൂം. കല്ല് ഇവിടെ ഉണ്ട് പെറുക്കി എറിയാനായിട്ട്. കല്ല് ഇല്ലേ? കുളിക്കാൻ നേരം കല്ല് പെറുക്കി കളിക്കാൻ ഋഷിക്ക് അല്ലടാ? പിന്നെ അല്ല. ഇവിടെ നമുക്ക് തെങ്ങ് കണ്ടുകൊണ്ട് നമുക്ക് കുളിക്കാം. ആകാശം കണ്ടുകൊണ്ട് കുളിക്കാൻ പറ്റും. ഷവർ എന്താ? ആണോ? എവിടെ? ഇവിടെ ഉണ്ടല്ലേ? ഞാനതിപ്പോഴാ ശ്രദ്ധിച്ചത്. അത് ശരി. ഒന്നിവിടെ നമുക്ക് വെയിലത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആകാശം കണ്ടുകൊണ്ട് നിന്ന് കുളിക്കാം. പിന്നെ ഒന്നിവിടെ ആകാശം കാണാതെ നിന്ന് ഇപ്പുറത്ത് മാറി നിന്ന് കുളിക്കാം. കൊള്ളാം. നൈസ്, അടിപൊളിയാണേ. ഇത് സെറ്റപ്പ് ആട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും ഒരു വീട് വെക്കുകയാണെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു ബാത്റൂം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ക്ലോസറ്റ്. ഓക്കെ. എന്തോ അവിടെ? എവിടെ? ഓ, ഇവിടെ ഹാമോക്ക് ഉണ്ടോ? അപ്പ ഇപ്പോഴാണല്ലോ കാണുന്നത്. നീ കണ്ടുപിടിച്ചല്ലേ? ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം എന്ന് പറയുന്നത് ഇതാണ്, 204. ആൻഡ് ഇവിടെ ഇത് 2 റൂമുണ്ടെന്ന് തോന്നുന്നു. 204ഉം 5 ആയിരിക്കണം. ഇത് സുപ്പീരിയർ കാറ്റഗറി റൂമാണ്. ഇതിന് നമുക്ക് 7000 റുപ്പീസാണ് ഇതിന്റെ ചാർജ് വന്നത്. റേറ്റ് ഒക്കെ സീസൺ അനുസരിച്ച് ഇങ്ങനെ മാറും. പക്ഷേ എന്നാലും ഈ 7000 റുപ്പീസ് നമുക്ക് എന്തൊക്കെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് പെഡൽ ബോട്ടിംഗ് കിട്ടും. പിന്നെ വൈകിട്ട് ഇവർ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് പള്ളിത്തോടെന്ന് പറഞ്ഞ് ഇവിടെ തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ബോട്ടിംഗ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കയാക്ക് ചെയ്യാൻ പറ്റും.
പറ്റും. ഇതിനൊന്നും വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. പിന്നെ എക്സ്ട്രാ പൈസ കൊടുത്ത് ചെയ്യേണ്ടതായിട്ട് മസാജ് ചെയ്യണമെങ്കിൽ മസാജ് ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള വേറെ ആക്ടിവിറ്റീസ് ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്ത് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ കൊള്ളാമല്ലേ, നല്ല മോർ ഓവർ നല്ലൊരു പ്രൈവറ്റ് കിഡിലൻ ഐലൻഡിൽ ശാന്തസുന്ദരമായിട്ടുള്ള സമാധാനമായിട്ടുള്ളൊരു സ്ഥലം. നമുക്ക് വൈകിട്ട് കയാക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ കാണുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഈ പല സ്ഥലങ്ങളും ഇങ്ങനെ കണക്റ്റഡ് ആവുന്നുണ്ടല്ലോ, ഇതുപോലുള്ള ചെറിയ തോടുകളൊക്കെ ഉണ്ട്. ഈ തോട്ടിൽ കൂടെ ഒക്കെ വേണമെങ്കിൽ കയാക്ക് ചെയ്തുകൊണ്ട് പോകാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ സ്ഥലങ്ങളിലേക്ക് എനിക്ക് എത്രയോ 5, 6, 7, 8, 10 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ചെമ്മീൻ കെട്ടുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ആ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂളൊക്കെ. പിന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലായിട്ട് ഇവിടെയും കുറച്ച് റൂംസ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് അച്ഛൻ്റെ അമ്മയുടെ മുറി. ഇതാരാ റൂം ടൂർ ചെയ്യുന്നത്? എന്നാ ഓക്കെ. ഇപ്പൊ ഇവിടെ എത്ര ബെഡ് ഉണ്ട് ഋഷി? ഇവിടെ 2 ബെഡ് ഉണ്ട്. ഒരു ബെഡ് ആർക്കാ? അപ്പൊ അപ്പപ്പ എവിടെ കിടക്കും? അപ്പപ്പാടെ മുറി എവിടാടാ? അപ്പപ്പായ്ക്ക് വേറെ മുറി ഉണ്ടോ ഇനി? അതെ അതെ. അപ്പൊ പാത്രം കാണിച്ചാ ഓക്കെ. ഇവിടെ എത്ര ഷവർ ഉണ്ട്? ഒരു ഷവർ ഉണ്ടല്ലേ. വേറെ എന്തൊക്കെയുണ്ട്? ക്ലോസറ്റ് ഉണ്ട്, ബക്കറ്റ് ഉണ്ട്, മഗ് ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. കമോൺ. ഇനി നമ്മൾ ആരും റൂം ടൂർ ചെയ്യണ്ട. ഇനി ഋഷി ചെയ്തോളൂ. അലമാര. അപ്പപ്പാടെ മുറി ഇതാണ്. അപ്പപ്പാടെ ബെഡായത്. ഓക്കെ. അപ്പപ്പ ഇവിടെ കിടന്നോളൂ, അമ്മയും അപ്പനും അപ്പുറത്ത് കിടന്നോളും. ഓക്കെ, സെറ്റ് അല്ലേ? ഇവർക്ക് ഇവിടെ റൂമിന്റെ പുറത്ത് ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി നോക്കി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ലേക്ക് കാണാം. എല്ലാം ലേക്ക് വ്യൂ ആണ്. നമ്മുടെ കേരളത്തിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒക്കെ ഉണ്ടെന്ന് അറിയാം. ശരിക്കും നമുക്ക് കേരളത്തിൽ തന്നെ കിടന്ന് കറങ്ങാം. ഇതുപോലെ ഇത്രയധികം സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. വളരെ സിമ്പിളായിട്ട് യാതൊരുവിധ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ജീവിക്കാനും ഹോളിഡേ പോകാനും പറ്റിയ എന്തോരം സ്ഥലങ്ങളുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിപ്പോ ഇവിടത്തെ ഒരു സ്വിമ്മിംഗ് പൂളാണിത്. ആ ഒരു പൂളിന്റെ ആംബിയൻസ് കണ്ടോ ബാക്കില്? എന്താ മുത്തേ, തൊട്ടാ മതിയോ? പൂളിൽ ഇറങ്ങണോ? അതെന്താ വേണ്ടാത്തെ? എടാ നമുക്ക് ഇറങ്ങാം കേട്ടോ വൈകിട്ട്. നമുക്ക് ഇറങ്ങാം വൈകിട്ട്. നമ്മുടെ ഫ്ലാറ്റിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിട്ട് ഇറങ്ങാത്ത ആൾക്കാരാ. റിസോർട്ടിൽ വന്നിട്ട് സ്വിമ്മിംഗ് പൂൾ അങ്ങനെയല്ലേ. ഇവിടെ ഇവിടെ ഷവർ ഇതാ വെള്ളം. കുളിക്കണോ? ശരിക്കും ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ അബി. ഇവിടെ പുറത്തുനിന്ന് കാണുമ്പോ തോന്നത്തില്ല. പുറത്തുനിന്ന് കാണുമ്പോ അത്ര ആ ഒരു കെട്ടിടം മാത്രമേ തോന്നത്തുള്ളൂ. അകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് സംഭവം സെറ്റപ്പാ. നിങ്ങൾക്കൊരു കാര്യം അറിയോ ഗൈസ്, ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയാൽ ശ്വേതയുടെ വീടായി. പുറവൂരൊക്കെ അടുത്താണ്. കായലിൽ കൂടെ വള്ളം എടുത്ത് പോയാൽ ശ്വേതയുടെ വീടിന്റെ പുറകെ എത്തും. ജസ്റ്റ് 5 കിലോമീറ്റേഴ്സ് ടു ശ്വേതാസ് ഹൗസ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 5-6 കൊല്ലമായി. എത്ര ആളെ ഇവിടെ വരുന്നു. ഇതുപോലൊരു സ്ഥലമുള്ളവർ എനിക്കറിയാൻ മേലായിരുന്നു. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ബാക്കിൽ ഇവിടെ കണ്ടാണ് റെസ്റ്റോറൻറ്റ്. ഹെലികോപ്റ്റർ ഇഷ്ടം പോലെ പോകുന്നുണ്ടല്ലേ. എടാ നല്ല ഉറങ്ങാൻ പറ്റിയ വേപ്പർ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല അറിയോ. കളിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചൊരു എന്താണ്? കളിക്കുന്ന സ്ഥലം ഉണ്ടോ അവിടെ? നമുക്ക് കഴിച്ചിട്ട് വന്നിട്ട് കളിച്ചാൽ മതിയോ? അപ്പൊ നിനക്കല്ലേ നീ ഞങ്ങള് പ്രോൺസ് കഴിക്കാൻ പോവാ. നീ അവിടെ ഇരുന്നോ. നീ പോയി കളിച്ച തന്നെ വീഴും ചെളി അവിടെ. ഇങ്ങോട്ട് വാ. വാ നമുക്ക് കഴിച്ചിട്ട് അമ്മ കഴിച്ചിട്ട് വരാം. ബാ ഓക്കെ, ഞങ്ങള് പ്രോൺസ് കഴിച്ചിട്ട് വരാം. ഇതാണ് റെസ്റ്റോറന്റ്. ഋഷിയുടെ ഫേവറേറ്റ് മാങ്ങാക്കറി, ഫിഷ് മാങ്ങാക്കറി. ഋഷിക്ക് ഫേവറേറ്റ് അല്ലേ ഇത്? ഫിഷ് മാങ്ങാക്കറി കഴിക്കോ? എനിക്ക് കുറച്ച് ചോറ് വേണം. ഋഷി പ്രോൺസ് കഴിക്കില്ലേ? ഋഷിക്ക് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നുണ്ട് പ്രോൺസ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് മീൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മീൽസ് നമ്മൾ സ്പെഷ്യൽ എല്ലാം പറയുന്നുണ്ട്. അതായത് പ്രോൺസ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പിന്നെ സാമ്പാർ, പുളിശ്ശേരി, ക്യാബേജ് തോരൻ, അത്രേ ഉള്ളൂ. ഋഷ പ്രോൺസ് എങ്ങനെ ഉണ്ടാ? നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? ഋഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോൺസ് ആണ് അല്ലേ ഋഷ? പിന്നെ അല്ല, നിനക്ക് ആരാ ഇഷ്ടപ്പെട്ടെ? ഫിഷ് കറി, മാങ്ങ ഫിഷ് കറി സൂപ്പർ ആയിരുന്നു. മാങ്ങ ഫിഷ് കറി സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയാണ്.
ഇനി എവിടെ പോണ്ട ഋഷിക്ക്? അവിടെ പൊള്ളി കിടക്കായിരിക്കും, നിന്റെ ചന്തി പൊള്ളും. ആണോ? എന്നാ പോയിക്കോ, പൊക്കോ. ഋഷി പോയിട്ടുണ്ട്. അത് പൊള്ളി ചൂടോടെ കിടക്കുകയാണെങ്കിൽ ഇപ്പൊ ചാടി ഓടി ഇറങ്ങി വരും. ചൂടൊന്നുമില്ല. ഒരു തവണ മതിയോ? ഇനി വേണ്ടേ? മതിയോ? ഊഞ്ഞാലുണ്ട് ഇനി അപ്പുറത്ത്. ജിങ്ക് ജിഗാ ജിങ്കിന് ജിഗാ ജിങ്. അപ്പ പേടി ഇതുവരെ വിട്ടില്ല കേട്ടോ. ആട്ടി ഞാൻ ആ തോട്ടിലോട്ടങ്ങ് ഇടും, അത്രേ ഉള്ളൂ. ആയി ഊണൊക്കെ കഴിഞ്ഞിട്ട് ഈ ഹാമോക്കിൽ വന്നിട്ട് എന്ത് ചെയ്യണം? ആടണം. ആടണമല്ല, കിടന്നുറങ്ങണം. ഉറങ്ങാം. ഇങ്ങനെ പേടിക്കുന്നത് അപ്പായില്ലേ? ഈ അപ്പായി കെട്ടിപ്പിടിച്ചല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇവിടെ കിടന്നു, ഇവിടെ കിടന്നു ഉറങ്ങാം അല്ലടാ? എന്താടാ? എവിടെടാ പോണ്ടേ? എവിടെടാ പോണ്ടേ? ഇറങ്ങി റൂമിൽ പോകണം. നമുക്ക് ഇവിടെ കിടക്കാം. ആമോക്കടാ ആബി ആട്ടിത്താടാ. ആബി എന്ത് പാടാ? കിടക്കാൻ വേണ്ടി പോവാ. ആ നീ ആട്ടിത്താ. ഞങ്ങളെ ഒന്ന് ആട്ടിത്തോ നീ, എന്നിട്ട് ആട്ടിത്തന്നിട്ട് പോ. ഇവര് ഒറ്റയ്ക്ക് കിടക്കാനാ പേടി കേട്ടോ. എന്റെ കിടക്കുന്ന പ്രശ്നമൊന്നുമില്ല. അതെ നീ മിക്കവാറും അത് പൊട്ടിക്കും. ആട്ടിത്തരണോ? മതിയോ? അങ്ങനെ ആട്ടിയാ മതിയോ? അങ്ങനെ ആട്ടിയാ മതിയോ? ഋഷി ആട്ടിത്തരും. നന്നായി ആട്ടിക്കൊടുക്കടാ ഋഷി. എടാ ഉറങ്ങുന്ന പോലെ അഭിനയിക്കടാ, ഞാൻ ഫോട്ടോ എടുക്കാം. ഉറങ്ങുന്ന പോലെ അഭിനയിക്ക്. ഇങ്ങനെയാണോ അഭിനയിക്കുന്നേ? ആ കണ്ണടച്ച് എങ്ങനെയാണെന്നറിയോ? അവനെങ്ങനെ എങ്ങനെയാണോ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നത്? ഉറങ്ങുന്ന പോലെ അഭിനയിക്കാൻ പറഞ്ഞപ്പോ അവിടെയാണോ? നമ്മള് കയാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? നമുക്കിവിടെ വലിയ ആഴമില്ല, മറ്റേ ഒരു മുട്ടറ്റ ആഴമൊക്കെ ഉള്ളെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇടാതെയാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ? ലൈഫ് ജാക്കറ്റ് ഉണ്ട് വേണമെങ്കിൽ, പക്ഷെ ലൈഫ് ജാക്കറ്റ് ഇടാതെയാണ് ഞങ്ങളിപ്പോൾ കയാക്ക് ചെയ്യാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. ഓ അത് ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല, സേഫ്. ഇനി അഥവാ ഞങ്ങൾ മുങ്ങിയാലും നിങ്ങൾ വന്ന് രക്ഷിച്ചാൽ മതി. മതിയായ കയാക്ക് ചെയ്തിട്ട്? ഇതിപ്പോ എത്ര ദിവസമായി ഋഷി അടുപ്പിച്ച് കയാക്ക് ചെയ്യുന്നു? ഇല്ലേ? ഹാപ്പി ആയാ? അതാണ്. ട്രൈപോഡ് ഋഷി പിടിച്ചോ? ഇല്ല പിടിച്ചോ? അപ്പൊ നീ പിടിച്ചോ? നീ അപ്പാടെ അസിസ്റ്റന്റ്, അത് പിടിച്ചോ കയ്യില്. ബാ നടക്ക് കേട്ടോ. ആ ഓക്കെ ഓക്കെ, കമോൺ കമോൺ. ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാൻ പോവാണേ കേട്ടോ. നമുക്ക് ഋഷി തന്നെ ഓടിച്ച് ഞങ്ങളെ ബോട്ടിങ് കൊണ്ടോ. കമോൺ ഗായ്സ്. ഋഷിയാണ് ഭയങ്കര എക്സ്പേർട്ട് ആയല്ലോ ഗായ്സ് അല്ലേ? തിരികെ ആണോ? തിരികെ ലെഫ്റ്റ് തിരികെ. ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണേ. കൊറേ ബോട്ടിങ്. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? പള്ളിത്തോട്. പള്ളിത്തോട് നിന്റെ വീടിന്റെ അടുത്തല്ലേ? ശരി. നമ്മളിപ്പോ എവിടെ ഋഷി ഉള്ളത് അറിയാവോ? തൊറവൂരാ. ആ തൊറവൂര് വീടിന്റെ അടുത്താ നമ്മളിപ്പോ ഉള്ളത്, അറിയോ? ആ പോണോ? അതെ അതെ. ഇന്നൊരു കാര്യം ചെയ്യും, ഇന്ന് അമ്മയും മോനും കൂടെ വീട്ടിൽ പോകോ? പോകുന്നില്ല? നിനക്ക് നിന്റെ വീട്ടിൽ പോണ്ട? നമുക്ക് ഹോട്ടലിൽ കിടക്കട്ടെ ഋഷ? ഹോട്ടൽ മതിയോ? ഓ അത് ശരി, അവന് ഹോട്ടൽ മതി. എന്ത് വേണ്ടാന്ന് ആണോ? അങ്ങനെ കണ്ടൽ കാടുകൾക്ക് സൈഡിലൂടെയുള്ള ചെറിയ തോട്ടിലൂടെ ഞങ്ങൾ പള്ളിത്തോടിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പള്ളിത്തോട്. ഋഷിയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ബോട്ട് ഓടിക്കുന്ന ഋഷിയാണ്. ഋഷി ഇതിപ്പോ ആലപ്പുഴ ജില്ലയാണോ എറണാകുളം ജില്ലയാണോ? ആ ഓ, ഇത് എറണാകുളം, ഇത് ആലപ്പുഴയാണ്. ആ അങ്ങനെയാണല്ലേ? അടിപൊളി. അപ്പോ തോടാണ് രണ്ട് ജില്ലകൾ തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത്.
ഇത് എറണാകുളം ജില്ല ഗൈസ്. ഇത് എറണാകുളം ജില്ലയിലെ ഫിഷിംഗ് നെറ്റ്. ഇത് ആലപ്പുഴ ജില്ലയിലെ ഫിഷിംഗ് നെറ്റ്. തോട് പ്രോപ്പർ ആലപ്പുഴ ജില്ലയാണ്. ആ, നമ്മുടെ റിസോർട്ട് ഇരിക്കുന്നതോ ആലപ്പുഴ ജില്ലയല്ല. അപ്പൊ ആ വണ്ടി പാർക്ക് ചെയ്തത് ആണോ? ഷേ, ഞങ്ങൾ എറണാകുളം ജില്ലയിൽ വണ്ടി പാർക്ക് ചെയ്ത് ആലപ്പുഴ ജില്ലയിലുള്ള റിസോർട്ടിൽ പോയി ഗൈസ്. അതാണ് ഞങ്ങൾ ചെയ്തത്. എന്തല്ലേ ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒക്കെ നോക്കിയേ, അതായത് ഓരോ വീട്ടിലും ഓരോ വണ്ടി എന്നൊക്കെ പറയുന്ന പോലാണ് ഓരോ വീട്ടിലും ഓരോ ഫിഷിംഗ് നെറ്റുകൾ, കുഞ്ഞു കുഞ്ഞു ഫിഷിംഗ് നെറ്റുകൾ. ഒരു ചെറിയൊരു പള്ളിയാണ് കണ്ടോ, കുഞ്ഞു പള്ളി. എങ്ങോട്ട് നോക്കിയാ ഓടിക്കുന്നേ? ആ, ഋഷി ഓട്ടോ പൈലറ്റ് ഇട്ടാ ഓടിച്ചോണ്ടിരിക്കുന്നത്. അതാണ് വണ്ടി യാതൊരു പ്രശ്നങ്ങളില്ലാത്ത പോകുന്നത് കേട്ടോ. സംഭവം എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. നല്ല ചെറു ഈ ഒരു സൈഡിൽ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാനായിട്ട് അറബിക്കടലിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മൾ ആലപ്പുഴ ജില്ലയ്ക്കും എറണാകുളം ജില്ലയ്ക്കും ഇടയ്ക്കുള്ള ഒരു തോട്ടിലൂടെ നമ്മളിങ്ങനെ ഈവനിങ് സമയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ നേരത്ത് ഞാൻ പറഞ്ഞല്ലേ, കുമ്പളങ്ങി ജില്ലയുടെ അപ്പുറത്ത്, പാലത്തിന്റെ അപ്പുറത്ത്. കുമ്പളങ്ങി ജില്ലയോ? സോറി, കുമ്പളങ്ങി കുമ്പളങ്ങി ജില്ല ആക്കണം. കുമ്പളങ്ങി പാലം കഴിഞ്ഞാല് ആലപ്പുഴ ജില്ല, കുമ്പളങ്ങി ഇപ്പുറത്ത് എറണാകുളം ജില്ല. ഓക്കെ, വെരി ഗുഡ്. ആലപ്പുഴയും അതാണ്. നമ്മൾ ഈ റിസോർട്ടിൽ വന്ന് താമസിക്കുന്ന ആളുകൾക്ക് വൈകുന്നേരം ഇതുപോലെ ഒരു ബോട്ട് യാത്ര കോംപ്ലിമെന്ററി ആണ്. അത് നിങ്ങളിവിടെ താമസിക്കുന്ന റൂം റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇതിപ്പോൾ നോക്കിയാൽ നമ്മൾ ശരിക്കും ഒരു റൂറൽ ഏരിയയിലേക്ക് നമ്മൾ കയറി ഇങ്ങനെ വന്നു. എന്താ മറ്റേ ഓറഞ്ച് ബ്ലൂ വെള്ളമാണോ അവിടെ കിടക്കുന്നേ? ആ, ബ്ലിപ്പിയുടെ വെള്ളമാ. ഓറഞ്ച് ബ്ലൂ വെള്ളം അവിടെ കിടപ്പുണ്ട് കേട്ടോ. നോക്കി ശരിക്കും എന്ത് ഭംഗിയാണ്. ഇവിടെ ഒരു വീട് പോലും കാണുന്നില്ല, അത്രയ്ക്ക് റൂറൽ ഏരിയാസ്. ഈ ഒരു ട്രിപ്പിൽ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ഓഫ് കോഴ്സ് നമ്മൾ മൂന്നാറും ആലപ്പുഴയിലൊക്കെ പോകും. പക്ഷേ എന്നിരുന്നാലും അതിലുപരിയായിട്ട് നമുക്ക് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഓഫ് കോഴ്സ് ചെല്ലാനം, ഈ പറഞ്ഞ പോലെ പള്ളിത്തോട്, ഇതുപോലെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ വരുന്നത്. ആ, പറഞ്ഞോ. പിന്നെ പറഞ്ഞു കേട്ടോ ഗൈസ്, ഇത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും വിടാനുള്ള സിസ്റ്റമാണെന്ന് നമ്മളീ പറയുന്നത് കേട്ടിട്ട് ഏറ്റു പറയുന്നതാ ഓരോ സംഭവങ്ങൾ. നമ്മൾ അമ്മയുടെ അതായത് ശ്വേതയുടെ വീട് ഇവിടെ അപ്പുറത്താണ്. അപ്പോൾ അതിൻ്റെ ആ പരിസരത്താണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. അതാണ് പറയുന്നത്. ഇവിടെ ഒരു വീട് കാണാം. ഹായ്, ഇതെന്ത് സ്ഥലമാ? നിങ്ങളുടെയാ? ഓ, അത് ശരി. ഓക്കെ, വെരി ഗുഡ്. ഞങ്ങൾ ആക്ച്വലി ശ്വേതയുടെ വീടിൻ്റെ അടുത്ത് വരെ പോയി. പക്ഷേ അവിടെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ബണ്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, പക്ഷേ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ബണ്ട് വെച്ച് അടച്ചിട്ടിരിക്കുകയാണ്. സോ വി കുഡ്ന്റ് മേക്ക് ഇറ്റ്. നമ്മൾ നാളെ രാവിലെ പോകാം. നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു 10 മിനിറ്റോളം യാത്ര ചെയ്താണ് നിങ്ങളിപ്പോൾ കണ്ട 24 സെക്കൻഡിൻ്റെ ടൈം ലാപ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എത്താറായപ്പോഴത്തേക്കിനും അവിടെ സൂര്യൻ അസ്തമിക്കാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഇവിടെ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ വീട് ഈ ഭാഗത്താണ്, ആ സെറ്റ് ഇട്ടിരിക്കുന്ന വീട്. അത് കാണാൻ വേണ്ടി പോവാം. ഇതാണ് നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയിൽ നമ്മുടെ ശ്രീനാഥ് ബാസിയുടെയൊക്കെ വീടായിട്ട് കാണിക്കുന്ന ആ വീട്. അത് സെറ്റിട്ട വീടാണ്. ആ സെറ്റിട്ട വീട് എന്ന് പറയുന്നത് ശരിക്കും ഇത് ഏത് ജില്ല? ആലപ്പുഴ ജില്ലയാണോ? ആലപ്പുഴ ജില്ലയിലെ ഈ സ്ഥലത്താണ് ആ വീട്. കേട്ടില്ല, അതിൻ്റെ ബാക്ക് ഗ്രൗണ്ടിൽ നമുക്ക് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നത് കാണാൻ സാധിക്കും. ശരിക്കും ഇത് സിനിമയിൽ കാണുമ്പോൾ എവിടെയോ എന്തോ പോലെ അല്ലടാ. ഇവിടെ വരുമ്പോൾ അത് എങ്ങനെയാ ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഇത് ഇവിടെ സെറ്റാന്ന് കണ്ടാൽ പറയത്തില്ല, അതിപ്പോ ഒറിജിനലായിട്ട് പണിതിരിക്കുക. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? ആന്റണി ചേട്ടൻ ഇവിടെ 2 ഞണ്ടിനെ പിടിച്ചത്. ഇപ്പൊ ആടിപ്പൊളി. ഋഷി ക്രാബ് കണ്ടോ നീ?
ക്രാബിനെ കണ്ടോ? ആ ശരിക്കും crab. ഇതിപ്പോ കിട്ടിയതാ? ചേട്ടനെ ഇവിടെ വിളിച്ചതാണ്, വേണ്ട. അത് ശരി. അപ്പൊ ഈ ഞണ്ടിനെ പിടിക്കാൻ എന്തെങ്കിലും പ്രത്യേക ടെക്നിക്ക് ഉണ്ടോ അതോ ചേട്ടൻ ഞണ്ടിനെ കിട്ടിയതാണോ വലയിട്ടപ്പോ? ഞണ്ടിന്റെ വല ഇടുമ്പോ കിട്ടണം. ഞണ്ടിന്റെ വല ഇടും, അന്നേരം ഞണ്ടിനെ കിട്ടും. അതിന് വേറെ വലയാണോ? മുക്കുരി വലയെന്ന് പറയും. ആണല്ലേ, അത് ശരി. അപ്പൊ ഇതിന് എന്തെങ്കിലും ഫീഡ് ഇട്ട് കൊടുക്കോ? ഒന്നും ഇണ്ട, വല ഇട്ടാ മതി. പ്രത്യേക വലയുണ്ടായിരുന്നു. ഇത് ചേട്ടൻ വീട്ടിൽ കൊണ്ടുപോകാനാണോ അതോ വിൽക്കാനാണോ? വീട്ടിലോ കൊണ്ടുപോകും. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കും, ബാക്കിയുള്ളത് വിൽക്കും അല്ലേ? ആ പിന്നല്ല. ആ അത് ശരി. അപ്പൊ ടൈം പാസ്, പാർട്ട് ടൈം. എനിക്ക് ഇൻട്രസ്റ്റ് ആണ് ഈ വർക്ക്. പാർട്ട് ടൈം അല്ലേ? എവിടെ വീട്? അപ്പുറം. ശരി ചേട്ടാ, കാണാം. കാണാറുണ്ട് വീഡിയോ. താങ്ക് യു. കൃഷിക്ക് ഉറക്കം വരുന്നുണ്ടോ? പ്രത്യേക വലയുണ്ടോ? എനിക്കറിയത്തില്ല, ഓരോന്നിനും പ്രത്യേകം വല ഉണ്ടാവും. ദൂരെ ഒരു അമ്പലമുണ്ടേ, അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ കേൾക്കാം. അവിടെ മരത്തിൽ നിന്നെല്ലാം കാക്കകൾ ഇങ്ങനെ പാറിപ്പറന്ന് പോകുന്നു. ഏത് അമ്പലം കേട്ടോ അത്? മുരുകന്റെ അമ്പലോ ആണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വഴി. കൊള്ളാല്ലേ? എന്തോരം ഫിഷിംഗ് നെറ്റ് അല്ലേ ശ്വേത? എന്തോരം ഫിഷ് എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ വീടുകളിലും ഓരോ ഫിഷിംഗ് നെറ്റ് വെച്ചുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, ഈ ചേട്ടൻ ഇവിടെ കൊക്കൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. ചേട്ടൻ ഇപ്പൊ കോരിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ ഉണ്ട് അതിനകത്ത്. താറാവുണ്ട് പല വീടുകളിലും. ഇവിടേക്കൊക്കെ വള്ളത്തിൽ മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. അവിടെ വഴിയുണ്ടോ? ഇവിടെയോ? നമ്മളൊക്കെ വീട്ടില് ബൈക്ക് ഉള്ളത് പോലെ തന്നെ ഇവിടൊക്കെ എല്ലാ വീടുകളിലും വള്ളം ഉണ്ടാവും. എന്താ ഋഷ? ഡക്ലിംഗ് ഉണ്ടോ? ആഹാ. ഓ, ഇതും ക്രൂയിസ് ബോട്ട്, കൊണ്ടൈലിപ്പ്, വലിയ ബോട്ട്. എന്റെ മോൻ ഇവിടെ എനർജി ഔട്ടായി, ഫുൾ ഡിം 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 പറഞ്ഞുകൊണ്ടായിട്ടുണ്ട് അല്ലേ നമുക്ക്? ഉറക്കം വരുന്നുണ്ടോ? ഇവരുടെ ഈ ഒരു ജെട്ടി ഉണ്ടല്ലോ, ജെട്ടി ഏരിയ, അതായത് ഈ റിസപ്ഷന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇങ്ങനെ ഉള്ള ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമുണ്ടല്ലേ ആ ഒരു സ്ഥലം. സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടല്ലോ. നീ പൊക്കോ, ഞാനങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോവാ, നീ പെഡൽ ബോട്ട് ചോട്ടിക്കോ. ചൂട് വെള്ളം, ചൂട് വെള്ളം ആയിക്കോട്ട് വാ. നിങ്ങൾ എന്തിനാ കേറി ഇറങ്ങിയത്? എന്തിനാടാ ഇങ്ങോട്ട് വന്നേ നീ? അമ്മ ഇവിടെ അമ്മ ഇവിടെ ഇരിക്കാം. ചൂട് വെള്ളം തൊട്ട് നോക്കില്ലേ? സൂപ്പറാണ്. അപ്പൊ മാറുന്നില്ലല്ലോ. ഇവിടെ നീ നിക്കേ. ഇതാണ് പ്രശ്നം. ഇതേ അങ്കിള് വിളിക്കുന്ന നോക്ക്, ഇറങ്ങാൻ പറയുന്ന ഋഷിയോട് വെള്ളത്തില്. നീ എന്തിനാ വന്നത്? കാലിട്ടടിക്കാനോ? പിന്നെ കാലിട്ടടിക്കാനാണോ നീ വന്നത്? നീ അവിടെ കാലിട്ടടിച്ചിരുന്നു കേട്ടോ. ഞാനവിടെ കാലിട്ടടിച്ചോണ്ടിരുന്ന നോക്ക്. വേറെ ഒന്നും ചെയ്യണ്ട, കാലിട്ടടിക്കുക കേട്ടോ. ഇതെന്താ ഇത്? എന്താ പാടാ ഇത്? കാലിട്ടടിക്കുന്ന ഇതിനകത്ത് ഇറങ്ങി കാലിട്ടടിച്ചൂടാ, കളിച്ചൂടാ, അതില്ല. ഇറങ്ങ്, ചാട. സമയം ഇപ്പോ രാത്രിയിൽ 7:30 മണിയായി. നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. ഓ എന്താ മുത്തേ? 7:30 മണിയായി. ഇതേ പുറത്ത് നല്ല മിന്നല്. മൂണുണ്ടോ? ദേ മൂണുണ്ട്. അയ്യോ, ഇടിയും മിന്നല് എല്ലാം ഉണ്ട്. രാത്രി ആയപ്പോ ഉണ്ടല്ലോ നല്ല ആംബിയൻസ്. നമ്മുടെ റെസ്റ്റോറന്റിലെത്തി. ഇവിടെ ആയുർവേദം, മസാജ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതൊന്നും ട്രൈ ചെയ്തൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദാറ്റ്. ദിസ് ഇസ് അവർ ഡിന്നർ ടൈം ഗായ്സ്. ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെന്താണ് ഇവിടെ ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്ന കാണുന്നുണ്ട്, മട്ടൺ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പച്ചക്കറി ഉണ്ട്, പൊറോട്ട ഉണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലേ ഋഷി? അതാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ ശ്വേത? നല്ല ഫുഡല്ലായിരുന്നു. ഉച്ചക്കത്തെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതെ. ഞാൻ മട്ടൻ കഴിക്കൂല, പക്ഷെ ഇവൻ മട്ടൻ കഴിക്കും. ഋഷി എന്താ കഴിക്കുന്നേ? ഫ്രൈഡ് റൈസ് സോസ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ എണീറ്റ് ഞാനിങ്ങനെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. നല്ല
ഊട്ടിയിലെ ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഭയങ്കര മഴയായിരുന്നു, ഇടിവെട്ടി മഴയായിരുന്നു. ഒരു ഋഷി രാവിലെ എണീറ്റപ്പോൾ ചോദിക്കുകയാണെ, അപ്പോൾ രാത്രിയിൽ പടക്കം പൊട്ടിച്ചാണോ മഴ പെയ്യുന്നതെന്ന്. കാരണം അവനറിയില്ലല്ലോ തണ്ടർസ്റ്റോം എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞ തണ്ടർസ്റ്റോം ആണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ലൈക്ക് ഭയങ്കര റിമോട്ട് ആയതുകൊണ്ട് തന്നെ ഒരു വാഹനത്തിൻ്റെ സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് റിയലി നൈസ്. നിങ്ങൾ ഇവിടെ എറണാകുളം ഇൻ ആൻഡ് റൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ കമ്മിങ് അറൗണ്ട് ചെല്ലാനം ഓർ എഴുപുന്ന ഓർ ഇത് ബേസിക്കലി എറണാകുളം ആലപ്പുഴ ജില്ലയിലാണ്, ഞാൻ പറഞ്ഞല്ലേ, ഇതിൻ്റെ ബോർഡറിലാണ്. സോ ഇറ്റ്സ് എ നൈസ് പ്ലേസ് ഫോർ എ വീക്കെൻഡ് ഗെറ്റ് അവേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ്. ഹലോ സാർ, എന്താണ് ലേറ്റ് ആയത്? ഞങ്ങൾ ഇവിടെ എത്ര നേരമായിട്ട് റെഡി ആയി നിൽക്കുമെന്ന് അറിയോ? യു ആർ ലേറ്റ്, ഐ ടോൾഡ് യു റൈറ്റ്. ആരാ ലേറ്റ് ആക്കിയേ? പിന്നെ നീ അല്ലേ താമസിച്ചെന്നേ? ഹായ് ഗീതാഭക്തൻ. ഞാൻ നടന്നൊക്കെ വന്ന് രാവിലെ എണീറ്റ്. ആ, ഞാൻ അവിടെ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെ മേളിപ്പോയി നടന്നു. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു രാവിലെ. കുറെ നേരം നടന്നു. ആ, ഇത് അടിപൊളി ഡ്രസ്സാണല്ലോ അമ്മ. ആ, സ്വര വാങ്ങിച്ചെന്നാ. സൂപ്പർ ആണല്ലോ. അമ്മ എന്തിനാ അവനെ എടുക്കുന്നേ? ഡോക്ടർ പറഞ്ഞിട്ടില്ല അവനെ എടുക്കരുതെന്ന്. അവനൊന്ന് എടുത്ത് ഇങ്ങനെ നിന്നേ ഉള്ളു, വേറെ താഴെ വിടാ അവനെ. നോക്കണം. ഞാൻ എടുത്തല്ലേ, എന്റെ അടുത്ത് വന്ന് കൊഞ്ചുവാ. ഞാൻ എന്ത് ചെയ്യാനാ? കണ്ടോ ഋഷ ഇറങ്ങ. അമ്മൂമ്മക്ക് ഋഷിനെ എടുക്കാൻ പാടില്ല. ഋഷി ഇറങ്ങ, ഋഷി ഇറങ്ങ. ഋഷി ദോശ കഴിക്കുന്നില്ലേ? കഴിക്കേ. മീശ വന്നു ഋഷിക്ക്, മീശ. മിൽക്ക് ഷേക്ക് കുടിച്ച് മീശ വന്നു. രാവിലെ നല്ല ദോശയും ചമ്മന്തിയും. ഒന്നും കൂടെ പോ, കമാൺ. ആ, ഒന്നുകൂടെ. ഓക്കെ, യെസ്. ഓയ്യോ എന്ത് ഫാസ്റ്റാ. അപ്പോൾ ഗൈസ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് നമ്മുടെ ചെല്ലാനത്തോട് വിട പറഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകണം. നമ്മളിനി ആലപ്പുഴയ്ക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ശ്വേതയുടെ വീട്ടിൽ പോകണം. കാരണം ഇവിടെ വരെ വന്നിട്ട് ശ്വേതയുടെ വീട്ടിൽ പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. തൊട്ടടുത്ത് തന്നെയാണ്. എന്നാലും ഞങ്ങൾ മാക്സിമം പോകാൻ നോക്കി, പക്ഷേ കാണാൻ പറ്റിയില്ല. ശ്വേതയുടെ വീട്ടിൽ പോകണം. അതിനുശേഷം നമ്മൾ ആലപ്പുഴയിൽ പോകും. ആലപ്പുഴയിൽ നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിലെ നമ്പർ 1 ആയിട്ടുള്ളൊരു കാര്യമാണ് ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. ആ ഹൗസ് ബോട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പിൽ എക്സ്പ്ലോർ ചെയ്തില്ലെന്നുണ്ട് പിന്നെ വേറെ എന്താ എക്സ്പ്ലോർ ചെയ്യണ്ടേ? സോ വി ആർ ഗോണ സ്റ്റേ ഇൻ എ ഹൗസ് ബോട്ട് അല്ലേ? ഋഷി റൂമിനോടൊക്കെ ടാറ്റ പറഞ്ഞോ? ടാറ്റ പറഞ്ഞേ, ടാറ്റ. അപ്പൊ ഗുഡ് ബൈ കൊണ്ടൈലിപ്പ് ബാക്ക് വാട്ടർ ഹെറിറ്റേജ് റിസോർട്ട്. അടിപൊളിയല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടില്ലേ? ആ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എന്താ കുലുക്കിക്കൊണ്ട് നടക്കുന്നത്? ഇതിന്റെ മേളിൽ നമ്മൾ കയറിയില്ല. ഇതിന്റെ മേളിൽ ഒരു ഗെയിം റൂമും പിന്നെ ക്യാരംസ് കളിക്കുന്ന സ്ഥലവും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ആരാ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നേ? ബോട്ട് ഓടിച്ചത് ഇഷയാണോ? ആ, ഓക്കെ, കമോൺ. ആ, റിവേഴ്സ് ഇട്ട്. ആ, സ്റ്റിയറിംഗ് തിരിച്ചോ. റിവേഴ്സ് ഇട്ട്. ഗിയർ മാറിയാ? ഗിയർ മാറാറില്ല അങ്ങനെ വണ്ടി പോകുന്നത്. ഗിയർ മാറ്. ടാറ്റ പറഞ്ഞോ കേട്ടോ. ടാറ്റ. അപ്പൊ ടാറ്റ പറഞ്ഞു. നമ്മൾ പോകുന്നു ഗൈസ്. വി ആർ ഗോയിങ് ബാക്ക്. വാവ്, ആരാ ഇത്? അപ്പോ കൊണ്ടൈലിപ്പ് യു ക്യാൻ ട്രൈ സ്റ്റേയിങ് ഹിയർ. ഇവിടെ മാത്രമല്ല ഇഷ്ടംപോലെ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ചെല്ലാനം നിയർ ബൈ ഏരിയസിലുണ്ട്. കുമ്പളങ്ങി, ചെല്ലാനം, ഇതൊക്കെ ഇവിടുത്തെ ഇൻ ആൻഡ് അറൗണ്ട് സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ വരികയാണെങ്കിൽ ഒരു ദിവസം 1-2 ദിവസമൊക്കെ റിലാക്സ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാം. എന്താ ഇവിടെ പറ? നമ്മളിപ്പോ ഹൗസ് ബോട്ടിൽ പോവാട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. ടെക് ട്രാവൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ സീ യു ഗൈസ് ടുമോറോ. ബൈ.